നാട്ടിലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളൊക്കെ ഒരു വശത്ത് പ്രതിസന്ധിയെ നിലനിൽക്കെ നടൻ വിജയ് അല്ലെങ്കിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയ് അദ്ദേഹത്തിന് കാര്യങ്ങൾ ഒട്ടും അങ്ങനെ എളുപ്പമാകുന്നില്ല. കാരണം ഒരു പുതിയ പണി കൂടി വന്നിട്ടുണ്ട്. ടി.വി.കെ നേതാവ് വിജയ് ആദായ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ ഹർജി നമ്പർ നൽകി ലിസ്റ്റ് ചെയ്യാൻ മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിജയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആവശ്യം. ഹർജിയുടെ നിലനിൽപ്പ് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ നമ്പർ നൽകിയിരുന്നില്ല. ഷപ്ന വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നു തത്സമയം. ഷപ്ന. സേതു, ഈ വിജയുടെ ആദായ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഹർജിയാണ് മദ്രാസ് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. മറ്റ് 2 ഹർജികൾ കോടതി തള്ളിയിരുന്നു. എന്നാൽ ചെന്നൈ സ്വദേശിയായ ഒരാൾ നൽകിയ ഹർജി ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ ഹർജിയുടെ നിലനിൽപ്പ് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി രജിസ്ട്രി ഇത് നമ്പർ ചെയ്യാതെ ലിസ്റ്റ് ചെയ്തിരുന്നില്ല. അതായത് കേസുകൾ പരിഗണിക്കുന്ന രീതിയിൽ ലിസ്റ്റ് ചെയ്തിരുന്നില്ല. തുടർന്നാണ് ഇക്കാര്യം ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഈ കേസിന്റെ നിലനിൽപ്പ് പരിശോധിക്കേണ്ടത് കോടതിയാണ്, രജിസ്ട്രി അല്ല എന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും നമ്പർ ഇട്ട് കേസ് ലിസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഏതായാലും ഈ വരുമാനം സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിലടക്കം തെറ്റായ വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഹർജിക്കാരൻ ആരോപിക്കുന്നത്. ഇതിൽ FIR രജിസ്റ്റർ ചെയ്യണം. അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും മുമ്പ് നൽകിയ ഇത്തരത്തിലുള്ള ഹർജികൾ നൽകിയിരുന്നെങ്കിലും അത് കോടതി തള്ളുകയും പക്ഷേ ഇപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ഷപ്ന, ശരി, ഓക്കെ.